കൂട്ടുകാരെ, ഏവർക്കും വജ്ര സിവിൽസിലേക്ക് സ്വാഗതം. നമ്മുടെ LDC പരീക്ഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് നടക്കുന്നതായിട്ടുള്ള പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കായി നമ്മുടെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ ആ രാഷ്ട്രപതി തന്നെയാണ് അവരുടെ സേവന കാലാവധി തീരുമാനിക്കുന്നതും അംഗങ്ങളെ നീക്കം ചെയ്യുന്നത്. അപ്പം നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും അവിടെ സേവന കാലാവധി തീരുമാനിക്കുന്നതെല്ലാം രാഷ്ട്രപതി തന്നെയാണ്. അതോടൊപ്പം തന്നെ പട്ടികജാതി കമ്മീഷനും പട്ടികവർഗ കമ്മീഷനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയാണത് പിന്നെ പാർലമെൻറ്റിലേക്ക് സമർപ്പിക്കുന്നത്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ടാൽ തന്നെ നമ്മൾ നമ്മുടെ നിയമിക്കലും അതോടൊപ്പം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കൽ, ഇവിടെ പിരിച്ചുവിടൽ, ഇവിടെ കാലാവധി തീരുമാനിക്കലെല്ലാം രാഷ്ട്രപതിയായിരിക്കും. പട്ടികജാതിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 338 പട്ടികവർഗത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 338 ബിയും. അപ്പോൾ കമൻറ്റ് ചെയ്യും ഇപ്പോഴത്തെ പട്ടികവർഗ കമ്മീഷണറും പട്ടികജാതി കമ്മീഷണറും.